പ്രിയമുള്ളവരെ, വിശുദ്ധരോടുള്ള വണക്കം, വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥന, മധ്യസ്ഥം ചോദിക്കൽ, ഇത് സഭയിൽ എന്നും നമുക്ക് പ്രചോദനം തരുന്ന, സഭയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതം നമ്മളെ നയിക്കുന്നത്, നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് വിശുദ്ധിയുടെ വഴിയിലേക്കാണ്. ഒരു വ്യക്തി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം വത്തിക്കാൻ സ്ഥിരീകരിക്കണം. അത്തരത്തിൽ രോഗസൗഖ്യം കിട്ടിയ ഒരാളെ നമ്മളിന്ന് പരിചയപ്പെടും. ആ വ്യക്തി മാത്രമല്ല, കുടുംബം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചിലരെ കൂടി നമ്മളിന്ന് കണ്ടുമുട്ടും. നമുക്കറിയാം, ഭാരതത്തിൻ്റെ പുണ്യമാണ് അൽഫോൺസാമ. അൽഫോൺസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനം ഒരു പ്രത്യേക അനുഭവമാണ്. ആ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അതെനിക്ക് നിങ്ങൾക്കുമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൽഫോൺസാമയുടെ കബറിടത്തിൽ പോകും. അൽഫോൺസാമ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ കാരണമായ ആ ഒരു അത്ഭുത രോഗസൗഖ്യം കിട്ടിയ കുട്ടി, അതൊരു സസ്പെൻസാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവരും പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഭരണങ്ങാനത്തിന് പോയാലോ? നമ്മളിപ്പോൾ ഭരണങ്ങാനത്തെ അൽഫോൺസാമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഇവിടെ അൽഫോൺസാമയുടെ വിശദ വിവരങ്ങൾ അടങ്ങിയൊരു മ്യൂസിയമുണ്ട്. തൊട്ടപ്പുറത്ത് മഠമുണ്ട്. ഏറെക്കാലം അൽഫോൺസാമ താമസിച്ചിരുന്ന മഠമാണ് അത്. അപ്പോൾ നമുക്ക് അവിടെയെല്ലാം പോകണം. പിന്നെ അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ കഥകളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിന്ന് പറയാനുണ്ട്, നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാൻ പോവുകയാണ്. ആരെന്നറിയണ്ടേ? ബഹുമാനപ്പെട്ട ജോസ് വള്ളോംപുരയുടെ അച്ഛൻ. അതായത് ഈ ഒരു അത്ഭുത സൗഖ്യത്തിലേക്ക് കർത്താവ് ഒരു സ്ട്രോങ് ഇൻസ്ട്രുമെൻ്റായിട്ട് അച്ഛനെ ഉപയോഗിച്ചു. കുറുപ്പന്തറയുള്ള ഷാജി ലിസി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ജിനിൽ. ജന്മനാ മുടന്തനായിട്ടാണ് ജിനിലിൻ്റെ ജനനം. അദ്ദേഹം ജന്മനാ മുടന്തനായിട്ടായിരുന്നു. 2 പാദങ്ങളും അകത്തേക്ക് വളഞ്ഞു. ഒരു പക്ഷേ മെഡിക്കൽ സയൻസിന് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തൊരു വലിയ പ്രശ്നമായിരുന്നു അത്. ഒത്തിരി വിഷമിച്ചിരുന്ന ആ മാതാപിതാക്കളെ അൽഫോൺസാമയുടെ കബറിടത്തിലേക്ക് നയിച്ചത് ഈ ജോസ് വള്ളോംപുരയുടെ അച്ഛനാണ്. നമുക്ക് അച്ഛനോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അച്ഛൻ്റെ അടുത്തേക്ക് പോകാം.
ജോസിച്ച ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് അച്ഛൻ്റെ കൂടെ ഈ ഒരു സമയമായിരിക്കാൻ. നമ്മൾ അൽഫോൺസാമ ഏറെക്കാലം ജീവിച്ച മഠത്തിൻ്റെ ഇപ്പം മ്യൂസിയം ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ അൽഫോൺസാമ ഈ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അച്ഛനെ ചൂണ്ടുപലകയായിട്ട് ഈശോ ഉപയോഗിച്ചു. അച്ഛൻ്റെ മനസ്സിൽ നിന്നും അതിൻ്റെ ഓർമ്മകളുണ്ട്. ജിനിൽ എന്ന കുട്ടിയുടെ ആ ഒരു രോഗസൗഖ്യത്തിലേക്ക് നയിച്ചത്. രോഗസൗഖ്യമാണ് പരിശുദ്ധ സിംഹാസനം ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് എടുത്തത്. എനിക്ക് തോന്നി അവരുടെ ആ ഒരു സൗഖ്യം ലഭിക്കാനായിട്ട് അൽഫോൺസാമയുടെ കബറിടത്തിലേക്ക് അവരെ നയിക്കാൻ അച്ഛനെയാണ് ഈശോ ഇൻസ്ട്രുമെൻ്റ് ആക്കിയത്. അച്ഛന് ആ സംഭവം ഒരു ഓർമ്മയൊന്ന് പറയാമോ അച്ഛാ? 1997 ഫെബ്രുവരി മുതൽ 2000 സെപ്റ്റംബർ വരെ ഞാൻ മുട്ടുചിറയ്ക്കടുത്തുള്ള ഫാത്തിമാപുരം എന്ന ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ആ അവസരത്തിൽ വീടുകളിലെ കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനകൾക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ പോയ ഒരവസരത്തിൽ പച്ചിക്കൽ വീട്ടിൽ പ്രാർത്ഥന കൂട്ടായ്മ നടന്ന അവസരത്തിൽ അവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് അവരെൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉണ്ടായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു മെയ് മാസത്തിലാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തീരെ കുഞ്ഞായിരിക്കുന്ന ഈ കുഞ്ഞിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ കാലുകൾ വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ജനിച്ച സ്ഥലത്തെ ആശുപത്രിയിലെ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇതിന് പ്രാഗൽഭ്യമുള്ള ഡോക്ടറെ കണ്ട് പ്ലാസ്റ്റർ ഇട്ടതാണ് എന്ന് പറഞ്ഞു. കാല് നിവരാൻ വേണ്ടി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ഓർത്തിരുന്നില്ല. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജിനിലിൻ്റെ വല്യപ്പൻ എൻ്റെ അടുക്കൽ പള്ളിമുറിയിൽ വന്ന് സംസാരിച്ച അവസരത്തിൽ ഈ കാര്യം ഞാൻ ഓർത്തപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. കാലൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഡോക്ടർമാർ കുറേ ട്രീറ്റ്മെൻ്റ് എല്ലാം നടത്തി പ്ലാസ്റ്ററൊക്കെ പല പ്രാവശ്യം ഇടുകയും വെട്ടിക്കളയുകയൊക്കെ ചെയ്തു. ആ കാലിലൊക്കെ വ്രണങ്ങളുണ്ടായി. അത് കാരണം പിന്നീട് ഇനി ആ തരത്തിലുള്ളൊരു പരീക്ഷണത്തിന് മുതിരണ്ട, ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൺകുട്ടിയല്ലേ, ഞൊണ്ടി ആയാലും നടന്നോളൂ വെച്ചാൽ, അതുകൊണ്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചികിത്സകളെല്ലാം തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. 5 വയസ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്ന് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അൽഫോൺസാമയുടെ കോടതിയുമായിട്ട് നേരത്തെയും ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. കാനനൈസേഷൻ പ്രോസസ്സിൽ നോട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നടന്ന ഒരു അത്ഭുതം കാല് നിവർന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഈ കോടതിയിൽ നിന്നെല്ലാം കേട്ട് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ അൽഫോൺസാമ കാലുകൾ സുഖപ്പെടുത്തുന്നതിന് ദൈവം പ്രത്യേകം നിയോഗിച്ച ഒരു വ്യക്തിയാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതിന് സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയത് അൽഫോൺസാമ ദൈവവിളി സ്വീകരിച്ച് ഒരു കന്യാസ്ത്രീയായി തീരാനുള്ള ആഗ്രഹത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശരീരത്തെ ഒന്ന് വിരൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കാല് പൊള്ളിച്ചിട്ടുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു നിയോഗം അൽഫോൺസാമയ്ക്ക് കൊടുക്കുമായിരിക്കും എന്ന് കരുതി ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിങ്ങൾ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി അൽഫോൺസാമയുടെ കബറിടത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട ആ പിതാവ് വീട്ടിൽ ചെന്ന് മകളോട് വിളിച്ചു പറഞ്ഞു ഫോണിൽ. അവരുടെ വീട് കുറുപ്പന്തറയിലാണ്, ഒഴുതൊട്ടിയിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. അപ്പോൾ അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ മകള് അത് അന്ന് കൽപ്പറ്റയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് കേട്ട് വീട്ടിൽ വന്ന് അടുത്ത ദിവസം തന്നെ അവർ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഭരണങ്ങാനത്ത് വരികയുണ്ടായി. അവരെന്നോട് പറഞ്ഞത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞപ്പോൾ ഭയങ്കരമായി കരച്ചിലായി. അതുകൊണ്ട് ഇവിടെയുള്ള സിസ്റ്റേഴ്സിനോട് കുഞ്ഞിൻ്റെ കാലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സിസ്റ്റേഴ്സിനോടുമൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയെന്നാണ്. വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ പലർക്കും കണ്ണിൽ സൂക്കേടാണ്. അതുകൊണ്ട് അവിടെ അമ്മ വീട്ടിലേക്ക് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞവർ. അങ്ങനെ ആ കുഞ്ഞിനെ ഫാത്തിമാപുരം ഇടവകയിലെ ഈ പച്ചിക്കൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അവർ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പരസ്പരം സ്തുതി ചെല്ലുന്ന ഒരു രീതിയുണ്ട്. അപ്പോഴങ്ങനെ എല്ലാ മക്കളും മാതാപിതാക്കൾക്ക് സ്തുതി ചൊല്ലിയപ്പോൾ ഈ കുഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് മാതാപിതാക്കൾക്ക് സ്തുതി ചൊല്ലി. അപ്പോഴാണ് അവർ മനസ്സിലാവുന്നത് ഈ കുഞ്ഞിൻ്റെ കാലുകൾ നിവർന്നിരിക്കുന്നു എന്നുള്ളത്. ആ പ്രാർത്ഥിച്ച ആ ദിവസം തന്നെയാണ് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ആ കുഞ്ഞിന് സൗഖ്യം കിട്ടി.
അപ്പോൾ ആ കാര്യം അവർ പിന്നീട് എൻ്റെ അടുക്കൽ വന്ന് പറയുകയും പിന്നെ രൂപതയിൽ വിവരം അറിയിക്കുകയും മറ്റ് നടപടികൾ രൂപതാ കോടതി ഒക്കെ രൂപപ്പെടുത്തി അതിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത് ഒരു അത്ഭുതമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. എത്ര രസമായിട്ടാണ് ജോസച്ചൻ വിവരങ്ങൾ ഷെയർ ചെയ്തത്. സോ സിമ്പിൾ. അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അൽഫോൺസാമ്മ കാലൊക്കെ പൊള്ളി ഒത്തിരി വേദനിച്ച ഒരാളല്ലേ, അതുകൊണ്ട് നിങ്ങൾ അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുക. ശരിക്കും അച്ഛനത് പറഞ്ഞു. അതെടുത്ത ആ കുടുംബത്തിൻ്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. 99 ഒരു വെള്ളിയാഴ്ചയായിരുന്നു അവർ ഈ കബറിടത്തിലെത്തിയത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഷാജി ലിസി ദമ്പതികളെ ഒഴുതൊട്ടിയിൽ കുടുംബം. രസം എന്താണെന്നറിയോ, ഈ ഒഴുതൊട്ടിയിൽ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് മുട്ടുചിറയിലാണ്. മുട്ടുചിറയും അൽഫോൺസാമയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്താ, അൽഫോൺസാമ അവിടെ നിന്നാണ് വളർന്നത്. അപ്പം നമുക്ക് ഒഴുതൊട്ടിയിൽ കുടുംബം മുട്ടുചിറയിലേക്ക് നമ്മൾ പോവുകയാണ്. ഷായ് ചേട്ടനെയും ലിസി ചേച്ചി 2 മക്കളാണ്, ജുബിനും ജിനിലും. അപ്പം നമുക്ക് ആ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാനായിട്ട് മുട്ടുചിറയിലേക്ക് പോവാം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഈ സമയമായിരിക്കാൻ. ഷാജി ചേട്ടൻ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ വീട് കുറുപ്പന്ത്രയാണ്, കോട്ടയം ജില്ലയിൽ കുറുപ്പന്ത്ര മണ്ണാർപ്പാറ ഇടവകയിൽ. എൻ്റെ പേര് ഷാജി ജോസഫ്. ഞാൻ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ ഭാര്യ ലിസിമോൾ ജോർജ് കവപ്പന്തല സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ 2 കുട്ടികളാണ്, 2 ആൺകുട്ടികൾ. മൂത്ത കുട്ടി ജൂബിൻ മെറിൻ ഷാജി, അവൻ ബിടെക് കഴിഞ്ഞ് അടുത്ത കോഴ്സിനായി അറ്റംപ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ആളാണ് ജിനിൽ മെറിൻ ഷാജി. അവനാണ് അൽഫോൻസാമയുടെ മാധ്യസ്ഥ പ്രകാരം മിറക്കിൾ സംഭവിച്ച് അൽഫോൻസാമയെ വിശുദ്ധിയാക്കാനായിട്ട് കാരണക്കാരനായ കുട്ടി. സന്തോഷം. എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു അത്ഭുതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ നമ്മൾ മക്കളുണ്ടായി കഴിഞ്ഞ് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞു പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ മാനസികമായിട്ട് വല്ലാണ്ട് തകരും. ആ ഒരു സമയത്ത് ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോയി സൗഖ്യം കിട്ടി. എനിക്ക് തോന്നുന്നു ചേച്ചിക്കായിരിക്കും അത് കുറച്ചുകൂടെ ഭംഗിയ. അമ്മമാരുടെ ഉള്ളിൽ നിന്നാണല്ലോ കൂടുതൽ ഈ സങ്കടങ്ങളും വ്യാകുലങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ആ ഒരു ഓർമ്മയൊന്ന് പങ്കുവയ്ക്കാവോ? ആ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുണ്ടായി ആ ഒരു വേദനയുടെയും സങ്കടത്തിൻ്റെയും ഒടുവിൽ കർത്താവിൻ്റെ ആ ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷ്യമാകാൻ കിട്ടിയ ഒരു അനുഗ്രഹത്തിൻ്റെ ആ ഒരു ഓർമ്മയൊന്ന് പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും. ഞങ്ങളുടെ മോൻ ജനിക്കുമ്പോൾ തന്നെ 2 കാലും വയ്യാത്തൊരവസ്ഥയിൽ വികലാംഗമായിട്ടാണ് ജനിച്ചത്. 2 കാലിൻ്റെയും പാദം അകത്തേക്ക് വളഞ്ഞ് 2 കാലിൻ്റെയും പാദം ഉള്ളിലേക്ക് വളഞ്ഞ് കാലിൻ്റെ മുട്ടിന് കീഴ്പോട്ട് ബലമില്ലാത്തൊരവസ്ഥയിലാണ് ജനിച്ചത്. ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഏറ്റുമാനൂർ വിമല ഹോസ്പിറ്റലിലാണ് മോനെ ജനിച്ചത്. ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 2 കാലിനും കാലിൻ്റെ അര മുതൽ വിരൽ വരെ പ്ലാസ്റ്റർ ഇട്ടു. ചെരിഞ്ഞിരുന്ന കാല് അവർ നേരെയാക്കി പ്ലാസ്റ്റർ ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. കഷ്ടിച്ച് ഒരു 15 ദിവസം കാലി പ്ലാസ്റ്റർ കിടന്നു. അതിനോടകം ഒരു 6-7 തവണ പ്ലാസ്റ്റർ വെട്ടി മാറ്റേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിന് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കൊച്ചിനെന്തെങ്കിലും അസൗകര്യം കാണിക്കുവാണെങ്കിൽ ഉടനെ പ്ലാസ്റ്റർ വെട്ടി മാറ്റിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനിച്ചതിന് പിറ്റേ ദിവസം തന്നെ. അപ്പം ഒരു 6 തവണ പ്ലാസ്റ്റർ വെട്ടിമാറ്റുന്നു. വീണ്ടും പോയി പിറ്റേ ദിവസം രാവിലെ ഇടുന്നു. അങ്ങനെ കഷ്ടിച്ചൊരു 15 ദിവസം കാലി പ്ലാസ്റ്റർ കിടന്നു. 15 ദിവസം കഴിഞ്ഞ് കുട്ടി വല്ലാത്ത കരച്ചിലായിരുന്നു. പ്ലാസ്റ്റർ വെട്ടി മാറ്റിയ സമയത്ത് കാല് മൊത്തം പഴുത്ത് ഇൻഫെക്ഷനായി.
പ്ലാസ്റ്റർ അലർജിയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല, തൽക്കാലം മുറിവ് ഉണങ്ങാനുള്ള കാര്യങ്ങളോട് നോക്കി. ഏറെക്കുറെ 6 മാസം കൊണ്ടാണ് ആ മുറിവെല്ലാം ഒന്ന് പൂർണ്ണമായിട്ടും ഭേദമായത്. കാലിൻ്റെ മുട്ടിൻ്റെ അവിടെയുള്ള മസിലെല്ലാം അല്ലാത്ത അവസ്ഥയിലോട്ടായി വലിയ വ്രണങ്ങളായിരുന്നു. 6 മാസത്തിന് ശേഷം ഞങ്ങൾ ഡോക്ടർ PS ജോൺ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു ഇനി പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല, ഓപ്പറേഷനേ ഉള്ളൂ ഇതിൻ്റെ പ്രതിവിധിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല കുട്ടികളെയും കാണുന്നുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ തന്നെ പ്ലാസ്റ്റർ ഇടാൻ പോകുമ്പോൾ ഈ അവസ്ഥയിലുള്ള പല കുട്ടികളും അവിടെ വരുന്നുണ്ടായിരുന്നു. കാപ്പുനിലയുള്ള എൻ്റെ വീടിനടുത്തുള്ളത് തന്നെ ഞങ്ങൾക്ക് അറിയാവുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. കുറുപ്പന്തറയുള്ളൊരു കുട്ടി ഈ ഒരു അവസ്ഥയിൽ കാലിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ കുതിഞ്ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷനാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് ബുദ്ധിമാന്ദ്യം സംഭവിച്ച കേസുകൾ വരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഓപ്പറേഷൻ ഭയങ്കര റിസ്ക്കിയാണ്. അപ്പം ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇനി ബുദ്ധിക്ക് പ്രശ്നമൊന്നുമില്ലാത്ത കുട്ടി ഇനി ആ ഒരു മാന്യതയും കൂടെ കൂടി സംഭവിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ഇനി കുട്ടിക്ക് ഓപ്പറേഷൻ വേണ്ട, ദൈവം തന്ന കുട്ടി അതുപോലെ തന്നെ ദൈവത്തിന് ഇഷ്ടം പോലെ ആകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിലോട്ട് നീങ്ങി. അപ്പം 2 വീട്ടുകാരും അവരുടെ ഞങ്ങളുടെ മാതാപിതാക്കളും എല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും കാലിന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഏത് സമയം കണ്ണീരും കഴിയും. ആ സമയത്ത് ഷാജി വയനാട്ടിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കാപ്പുനിലപ്പള്ളിയിലെ ജോസ് വള്ളംപുരയുടെ അച്ഛൻ മിക്കവാറും കുട്ടിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് വീട്ടിൽ വരികയും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പം ഒരു 2 വയസ്സ് കൊച്ചിന് 8 മാസം പ്രായമായി. അപ്പം കുഞ്ഞായിരിക്കുന്ന ഒരു കുടുംബ യൂണിറ്റിന്റെ മീറ്റിങ്ങിന്റെ സമയത്താണ് കണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനിങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിൽ വരുമ്പോൾ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടു, പ്രാർത്ഥിച്ചു പോകും. സാധാരണഗതിയിൽ പോലെ തന്നെ വളർച്ചയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, സംസാരിക്കുന്നുണ്ട്. 8 മാസം പ്രായമായപ്പോൾ കുട്ടി എണീറ്റ് ഇരുന്ന് നീന്താൻ തുടങ്ങി. അപ്പോൾ എണീക്കാനുള്ളൊരു ടെൻഡൻസി കാണിച്ചപ്പോഴും മുട്ടിന് കീഴ്പോട്ട് ബലമില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് എണീക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് അതിന് ശേഷം കൊച്ച് നിലത്തോടെ ഇഴയാൻ തുടങ്ങി. നടക്കേണ്ട പ്രായമായപ്പം കൊച്ച് നിലത്തോടെ ഇഴയുന്നു. ഞങ്ങൾ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, അല്ല ഓരോരുത്തരും വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ച് ഇഴഞ്ഞ് ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നൊരവസ്ഥ. മനസ്സുകൊണ്ട് ഭയങ്കര വിഷമിച്ചു പോയ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു 2 വയസ്സ് കൊച്ചിന് 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സിന് ശേഷം ഒരു 2.5 വയസ്സോടെ അടുപ്പം അച്ഛൻ ജോസ് പള്ളാമ്പുരയുടെ അച്ഛൻ വന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അൽഫോൻസാമ്മയുടെ അടുത്ത് കുട്ടിയെ കൊണ്ടൊന്ന് പോകാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് 2 ദിവസത്തിനകം ഷാജി വയനാട്ടിൽ നിന്ന് വന്നു. അപ്പം ഞാനും ഷാജിയും കുട്ടികളെ 2 പേരാണ് ജൂബിനും ജിന്നിലുമായിട്ട് ഞങ്ങൾ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ കബറടത്തങ്ങ് ചെന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങൾ ചെന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി അവിടെ ചെന്ന് അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. കുട്ടിയെ അൽഫോൻസാമ്മയുടെ കബറടത്തങ്ങ് കിടത്തി പ്രാർത്ഥിച്ച സമയത്ത് കുട്ടി കാല് വലിച്ചു കുടഞ്ഞ് കരഞ്ഞ് വീണ്ടും അവിടുന്ന് ഞങ്ങൾ എഴുന്നേറ്റ് മ്യൂസിയത്തിൽ പോയി. മ്യൂസിയത്തിൽ ഞാൻ അവിടെ അൽഫോൻസാമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ തറയിൽ കമിഴ്ന്ന് കിടന്ന് കുറേ സമയം പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ എൻ്റെ പുറത്ത് വന്ന് തട്ടിയിട്ട് പറഞ്ഞു മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചു, അൽഫോൻസാമ്മ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റപ്പോൾ എൻ്റെ കണ്ണീര് കൊണ്ട് അവിടെ എല്ലാം നനഞ്ഞു കിടന്നു. പ്രാർത്ഥന കഴിഞ്ഞു നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് 3 മണിക്കൂർ സമയം ഞങ്ങളോട് ചിലവഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ വന്നൊരു 8:30 മണി സമയമായി. 8:30 മണി സമയമായപ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്ന സമയത്ത് പായിട്ട് അതിൽ ഞങ്ങൾ ഇരുന്ന് എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിൽ ചാച്ചനും അമ്മയും അല്ലെങ്കിൽ കുറുപ്പന്തറ വീട്ടിൽ ചാനും അമ്മയും എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് പതിവ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാത്രി 8:30 മണിയായി. പ്രാർത്ഥിച്ച് രഹസ്യം ചൊല്ലി 2ാമത്തെ രഹസ്യത്തിൻ്റെ സമയത്ത് കൊന്ത കയ്യിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ 2ാമത്തെ രഹസ്യം ചെല്ലുന്ന സമയത്ത് ഇവൻ ചാടിയങ്ങ് എഴുന്നേറ്റു. എൻ്റെയും ഷാജിയുടെയും തോളത്ത് കൈ പിടിച്ച് ചാടിയങ്ങ് എഴുന്നേറ്റ് ഇന്നമ്മാമ്മ എന്നെ പിടിച്ച് നടത്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ അതുവരെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് പറയണത്. അപ്പോൾ എഴുന്നേറ്റ് അങ്ങ് ഞങ്ങളുടെ 2 പേരുടെയും തോളത്ത് പിടിച്ച് അങ്ങ് എഴുന്നേറ്റ് നടക്കുകയും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഇന്നമ്മാമ്മ എന്നെ പിടിച്ച് നടത്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പം വീട്ടിലുണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ സന്തോഷമാണ്, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം മുതൽ കുട്ടി എണീറ്റ് ഗ്രാജുവലായിട്ട് നടക്കാൻ തുടങ്ങി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കാൻ തുടങ്ങി. കാല് നേരെയായി, കാലിൻ്റെ പാദം നേരെയായി.
പിന്നെ കാലിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ കൊച്ച് നടക്കാൻ തുടങ്ങി, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഭരണങ്ങാനത്ത് ഫ്രാൻസിസ് വടക്കേലച്ചൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അച്ഛനോട് അതിനു മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോയത്, ഇത് അൽഫോൻസാമ്മേനെ കൊച്ചെഴുന്നേറ്റ് നടക്കുവാണെങ്കിൽ ഞാനവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നതിൻ്റെ മനസ്സിലൊരു കരുതലോടുകൂടി പോയി. അച്ഛനോട് ഞാൻ നിങ്ങളിങ്ങനെ വിവരം പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അൽഫോൻസാമ്മേനെ വിശുദ്ധയാക്കുന്നതിന് കാരണമായ ഒരു തെളിവോടുകൂടിയ സാക്ഷ്യം വേണം, നിങ്ങൾക്ക് അത് തരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അതനുസരിച്ച് അന്ന് മുതൽ സഭ കോടതി കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തെളിവെടുപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഡോക്ടറെ അടുത്ത് പോയായിരുന്നു മോനെ? ഡോക്ടറെ അടുത്ത് പോയി. അപ്പം കൊച്ചിൻ്റെ കാല് സൗഖ്യമായതിനു ശേഷം പിന്നെ അൽഫോൻസാമ്മേനെ വിശുദ്ധിയാക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു മിറക്കിളാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരുടെ ഒത്തിരി ചികിത്സിച്ച ഡോക്ടർമാർ മുതൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നു. പിന്നെ മോൻ്റെ കാലിൻ്റെ പല എക്സ്റേകൾ എടുത്തു, പല ഡോക്ടർമാരുടെ അടുത്ത് പോയി, പല ഹോസ്പിറ്റലിൽ പോയി, അവർ പറഞ്ഞ സ്ഥലത്തെല്ലാം പോയി എക്സ്റേ എടുത്ത് അപ്പം ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഇത് ശരിക്കും മിറക്കിൾ തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 വർഷത്തോളം ഇതിൻ്റെ നടപടികളെല്ലാം കൂടി സഭാ കോടതി കൂടി ഇങ്ങനെ പല കാര്യങ്ങളും കൂടി അവസാനമാണ് 2008 ഒക്ടോബർ മാസത്തിൽ അൽഫോൻസാമ്മേനെ വിശുദ്ധയാക്കുന്നതിന് കാരണമായ ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. ദൈവം അപ്പം ദൈവം വഴി അൽഫോൻസാമ്മ വഴി ദൈവം ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാനിങ്ങനെ വന്നപ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു, ഈശോയുടെ തിരുഹൃദയമുണ്ട്, ഔസപിതാവും മാതാവും, ഇപ്പുറത്ത് അൽഫോൻസാമ്മയെ ചെറിയൊരു കവേർഡിൽ ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. ആ ഒരു അൽഫോൻസാമ്മയോടുള്ള ആ ഒരു ഭക്തിയും സ്നേഹമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്ന് കരുതുന്നത് അല്ലേ? ഞങ്ങൾ അന്ന് തുടങ്ങിയ നൊവേന ഇന്ന് വരെ മുടക്കിയിട്ടില്ല. ജിനിലെ 10 വർഷത്തിന് ശേഷം ഇങ്ങനെ വീണ്ടും ഒരു പക്ഷേ ജിനിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത് അല്ലേ? അന്ന് കുഞ്ഞായിരുന്നു, അപ്പയും അമ്മയും പറഞ്ഞു കേട്ട കാര്യങ്ങളേ ഉള്ളൂ. ജിനിൽ എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നതേ ഈ അൽഫോൻസാമ്മ കുഞ്ഞുങ്ങളോടൊരു ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഈ അൽഫോൻസാമ്മയുടെ ചരിത്രം വായിക്കുമ്പം ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർ ചാമ്പങ്ങ പറക്കാനായിട്ട് ചെല്ലും. ഇവർ ഗേറ്റിൽ കൂടെ മതിലിൽ കൂടെ ഒക്കെ ചാടി വരുമ്പോൾ അൽഫോൻസാമ്മ പറയും അങ്ങനെ എടുക്കരുത്, വന്നാൽ മതി ഞാൻ തരാം എന്ന് പറയും. എന്നിട്ട് ചാമ്പങ്ങ കൊടുത്തിട്ട് പറയും മിഷണറി ആവണം, ഈശോയോട് പ്രാർത്ഥിക്കണം എന്നെ ഒരു മിഷണറി ആക്കണേ. അതൊരു എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അൽഫോൻസാമ്മ. പിന്നെ അതുപോലെ തന്നെ അൽഫോൻസാമ്മ മരിച്ച് പക്ഷേ ഒരു വിശുദ്ധയാണെന്ന് ലോകം അറിയുന്നതും കുഞ്ഞുങ്ങൾ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ അവർക്ക് പരീക്ഷയിലുണ്ടായ വിജയം അങ്ങനെയൊക്കെയാണ് പതുക്കെ പുറത്തേക്ക് വരുന്നത്. ജിനിലും ഒരു കുഞ്ഞായിരുന്ന സമയത്താണ് അൽഫോൻസാമ്മയുടെ ഒരു വ്യക്തമായ ഇടപെടൽ ജീവിതത്തിൽ, അതും ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണ്. എന്താണ് ജിനിലിന് പറയാനുള്ളത്? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റേതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിവില്ലാത്തൊരു പ്രായത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെയും കൊണ്ട് ഭരണങ്ങാനത്ത് കബറിടത്തിങ്കൽ പോയി പ്രാർത്ഥിച്ചു. എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല. അത് 2.5 വയസ്സ് പ്രായം മാത്രം ഉണ്ടായിരുന്ന സമയം. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ശക്തി മൂലം മാത്രമാണ് എനിക്ക് ഈ അത്ഭുതം സംഭവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ദൈവവിളി, ഞാനിപ്പോൾ സെമിനാരിയിലാണ് പഠിക്കുന്നത്. 6ാം വർഷം സെമിനാരിയിൽ, പാലരൂപത സെമിനാരിയിലാണ് പഠിക്കുന്നത്. എൻ്റെ ദൈവവിളിയുടെ ഒരു കാരണം പോലും അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനോ വേണ്ടി എന്നെ വിളിച്ചു, അതാണ് എൻ്റെ ദൈവവിളിയുടെ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പറഞ്ഞിറക്കാൻ വയ്യാത്ത ഒത്തിരി നന്ദി ദൈവത്തോടുണ്ട്, അൽഫോൻസാമ്മയോടുണ്ട്. അതേപോലെ അൽഫോൻസാമ്മയോട് ഇപ്പോഴും മധ്യസ്ഥം ചോദിക്കാറുണ്ടോ? ഉണ്ട്, എല്ലാ ദിവസവും എന്താ ജിനിൽ പ്രാർത്ഥിക്കുന്നത്? അൽഫോൻസാമ്മയുടെ എല്ലാ ദിവസവും ഒരു മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അതേപോലെ എൻ്റെ എല്ലാ വിഷമങ്ങളും ആഗ്രഹങ്ങളും പിന്നെ വൈദികനാക്കാൻ, ഒരു വിശുദ്ധനായ ഒരു വൈദികനാകാനുള്ള എൻ്റെ അനുഗ്രഹങ്ങളും ഞാൻ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്, മധ്യസ്ഥം ചോദിക്കാറുണ്ട്. ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴായിരിക്കുന്നത് ഡോക്ടർ PS ജോണിനൊപ്പമാണ്. നമുക്കറിയാം ജിനിൽ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിൽ സമീപിച്ചപ്പോൾ അവിടെ അസ്ഥിരോഗ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു അന്ന് ഡോക്ടർ PS ജോൺ. അദ്ദേഹം കുഞ്ഞിൻ്റെ കാല് നേരെയാകാനായിട്ട് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു.
പക്ഷേ ഭയപ്പെട്ടിരുന്ന മാതാപിതാക്കൾ അതിന് വില്ലിങ് ആയിരുന്നില്ല. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ജിനലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമായിരുന്നു. തുടർന്ന് അങ്ങോട്ട് അൽഫോൺസാമ്മയുടെ മധ്യസ്ഥത്തിൽ ജിനലിന് രോഗസൗഖ്യമുണ്ടായി. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ ഒരു കാനനൈസേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വത്തിക്കാനിൽ ഒരുപക്ഷെ മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് ഇതിനൊരു സ്ഥിരീകരണമൊക്കെ നൽകാനൊക്കെ ആയിട്ട് ദൈവം ഡോക്ടറിനെ ഉപയോഗിച്ചു. നമുക്ക് ഈ ഒരു സമയം ഡോക്ടറിനെ ഒന്ന് കേൾക്കാം. ഡോക്ടർ, ആ കാലഘട്ടത്തിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ അശ്രോ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് ജോലി ചെയ്തിരുന്ന കാലം. ആ സമയത്താണ് കുറുമ്പന്തറയിൽ നിന്നും കാലുകൾക്ക് രണ്ടും വൈകല്യം ബാധിച്ച, ജന്മനാ വൈകല്യം ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു മാതാപിതാക്കൾ എൻ്റെ അടുക്കെ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ കൺജെൻറ്റൽ ടാലിപ്പസ് സെക്യൂനോ വൈറസ് എന്ന് മെഡിക്കൽ ടേം പറയും. ക്ലബ് ഫുട്ട് എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. അതിന് ശരിക്കും 2 തരത്തിലുള്ള ക്ലബ് ഫുട്ടുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന്, നമ്മൾ പ്ലാസ്റ്ററൊക്കെ ഇട്ട് മാനിപ്പുലേഷൻസ്, അതായത് നമ്മൾ പിടിച്ച് നേരെയാക്കി പല പ്രാവശ്യം പ്ലാസ്റ്റർ ഇട്ടാൽ ശരിയാകാൻ സാധ്യതയുള്ള ഒരു രോഗം. അതിന് പ്രൈമറി ക്ലബ് ഫുട്ട്, അതായത് ഇഡിയോപ്പതിക് ക്ലബ് ഫുട്ട് എന്ന് പറയും. കാലുകൾക്ക് ബലക്കുറവുണ്ടായിട്ട്, അതായത് മാംസപേശികളുടെ ബലക്കുറവ്, നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലെ കൂടിക്കിടന്ന ഞരമ്പ് കോളത്തിൻ്റെ ക്ഷതം അല്ലെങ്കിൽ ഞരമ്പ് കോളത്തിൻ്റെ ജന്മനായുള്ള വൈകല്യം, അങ്ങനെ ഉണ്ടാകുന്ന ഈ ക്ലബ് ഫുട്ട് സെക്കൻഡറി ക്ലബ് ഫുട്ട് എന്ന് പറയും. അപ്രകാരമുള്ളൊരു ക്ലബ് ഫുട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയിൽ ഒരു വിജയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ജിനിലിൽ ഇങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞായിരുന്നു. 2 കാലും തളർന്ന് കാലുകളുടെ ഉള്ളിലേക്ക് വളഞ്ഞ് ഒരു പാരാലിറ്റിക് ടൈപ്പ് ഓഫ് കൺജെൻറ്റൽ ടാലിപ്പസ് സെക്യൂനോ വൈറസ്, അതായത് പാരാലിറ്റിക് ക്ലബ് ഫുട്ട്. അത് ശരിക്കും ഓപ്പറേഷൻ കൊണ്ട് പോലും ശരിയാകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ഒരു പാരാലിറ്റിക് എന്നുള്ള ഒരു അറിവോട് കൂടിയോ അറിവില്ലാതെയോ ഇതിനെ പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കാൻ ഇതിനു മുമ്പ്, എന്നെ കാണിക്കുന്നതിന് മുമ്പ് പല ആശുപത്രികളിലും ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ട് കുഞ്ഞിൻ്റെ കാലിലെ ഈ പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ പരിണിതഫലമായിട്ട് ഈ ത്വക്കിനൊക്കെ, അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ തൊലിയൊക്കെ പൊളിഞ്ഞു പോയെന്നൊക്കെ അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇത് ശരിക്കും പ്ലാസ്റ്റർ ഇട്ട ചികിത്സിച്ചാൽ ശരിയാകില്ലെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ നമുക്ക് സർജറി ചെയ്ത് നോക്കാം, ശസ്ത്രക്രിയകളിലൂടെ ശരിയാക്കി നോക്കാം. അതും 1, 2, 3 ശസ്ത്രക്രിയകൾ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഞങ്ങൾ അവരെ ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ അതും ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. കാരണം അങ്ങനെ ചെയ്താൽ പോലും ഇത് ശരിയാകാൻ സാധ്യത വിരളമായിരുന്നു. അപ്പം നമ്മുടെ ഒരു പരാജയം പൂർണ്ണമായിട്ട് സംഭവിച്ചുകൊണ്ട് അവരോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവിൻ്റെ പരിധിക്ക് അപ്പുറമാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർ ദൈവത്തിങ്കിലേക്ക് കൂടുതലെടുത്ത്. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം എന്നെ ഒന്ന് കണ്ടപ്പോൾ ഈ കുഞ്ഞിൻ്റെ കാലെല്ലാം നേരെയായിട്ട് എൻ്റെ അടുക്ക് വരുന്നത്. ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് ഞാൻ ശങ്കിച്ചിരുന്ന അവസ്ഥയിൽ കാലുകൾ ഒരു വൈകല്യം ഇല്ലാത്ത രീതിയിൽ, അതായത് ജന്മന തന്നെ ഒരു അസുഖം ഇല്ലാത്ത രീതിയിൽ എങ്ങനെ കാലമായിരുന്നു ആ രീതിയിൽ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചൊരു കുഞ്ഞിനെയും കൊണ്ട് അവരെൻ്റെ അടുക്കിലേക്ക് വന്നു. അത് ശരിക്കും എന്നിലെ ശരിക്കും ഒരു അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ അതിനെ നോക്കിക്കണ്ടത്. അപ്പോൾ അവരുടെ എന്നോട് പറഞ്ഞത്, അവർ അൽഫോൺസാമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥിച്ച അവിടെ വെച്ച് കിട്ടിയ ആ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യത്തിലൂടെയാണ് അവർക്കിങ്ങനെ സൗഖ്യം ലഭിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു ശാസ്ത്രീയ നിരീക്ഷകൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ ഇതൊരു ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്ഭുതം. ഞാൻ തന്നെ ഈ കുഞ്ഞിനെ നേരത്തെ കാണുകയും അതുപോലെ തന്നെ ഓപ്പറേഷൻ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതം. ശരിക്കും അത് എനിക്ക് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, വേറൊരു വ്യക്തി കണ്ട ഒരു കേസായിരുന്നെങ്കിൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരിക്കും എനിക്ക് തന്നെ എൻ്റെ ഒരു വിശ്വാസത്തെ അധികം വർദ്ധിപ്പിച്ച, അതായത് ശാസ്ത്രം പരാജയപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ അതിശക്തമായ അത്ഭുതകരമായ ഇടപെടലിലൂടെ പൂർണ്ണ സൗഖ്യം ലഭിച്ചൊരു കുഞ്ഞിനെ കാണാൻ ഒരു അവസരം ലഭിച്ചത് എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു വഴിത്തൊരു ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പല പ്രാവശ്യവും റോമിലെ അൽഫോൻസാമ്മേനെ നാമകരണത്തിന് വേണ്ടിയുള്ള ഒരു സമിതി പല പ്രാവശ്യം എന്നെ നിരന്തരം കത്തുകളിലൂടെയും നേരിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി പല സംശയങ്ങളും ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ എങ്ങനെ ഈ അത്ഭുതത്തെ സ്ഥിരീകരിക്കാൻ സാധിക്കും എന്നെനിക്ക് വളരെ വളരെ വ്യക്തമായിട്ട് ബോധ്യത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു കാരണവശാലും ലോകത്തെവിടെ പോയാലും ഏത് വലിയ വൈദ്യശാസ്ത്ര മേഖലയിലുള്ള വലിയ വലിയ നേട്ടങ്ങളൊക്കെ വരിച്ച് ഏത് രാജ്യത്ത് പോയാലും ചികിത്സിച്ച് സുഖപ്പെടാൻ സാധിക്കാത്ത ഒരു രോഗത്തെ, അതായത് ശാസ്ത്രം പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് സുഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ പൂർണ്ണമായൊരു തെളിവാണ് ജീവിക്കുന്ന തെളിവാണ്. ശരിക്കും അത് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഒരു ഇടപെടലാണ്. അതിലൂടെ എനിക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കാണാൻ ഒരു അവസരം കിട്ടി. അനേകർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്.
അൽഫോൻസാമ്മയുടെ വലിയൊരു ഭക്തനായിട്ട് മാറ്റാൻ ഞാനും ഒരു കാരണമായി തീർന്നു. ഭക്തനായി തീരാൻ എനിക്കും ഇതൊരു കാരണമായി തീർന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുകയാണ്. നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടു, പലരെ കേട്ടു. അൽഫോൻസാമ്മയുടെ ജീവിതവും ജിനിലിൻ്റെ സാക്ഷ്യവും ഒക്കെ വലിയൊരു മെസ്സേജ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നുണ്ട്. വിശുദ്ധരാവുക എന്നൊരു വിളി നമുക്കുമുണ്ട്. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ കണ്ടു അത്ര ഈസി അല്ല അതിൻ്റെ പ്രോസസ്സുകൾ. ഒരു വലിയ സൗഖ്യത്തിൻ്റെ ഒരു സാക്ഷ്യം വത്തിക്കാൻ അപ്രൂവ് ചെയ്യണം. നമുക്കൊക്കെ കുറേ പരാതികളില്ലേ, നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ വേദന അറിയുന്നില്ല, സങ്കടം അറിയുന്നില്ല. അൽഫോൻസാമ്മയെ ആർക്കും അറിയത്തില്ലായിരുന്നു. ആരും അൽഫോൻസാമ്മയെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ അൽഫോൻസാമ്മയുടെ കുഞ്ഞു സങ്കടങ്ങളും വേദനകളും എല്ലാം അറിയുന്ന ഈശോ ആ സ്വർഗം നൽകുന്നൊരു പ്രതിഫലമുണ്ട്. അതിലേക്ക് അൽഫോൻസാമ്മ ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ടല്ലേ അൽഫോൻസാമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു തിരിയാകുന്നത് വരെ, ചെറിയൊരു പൊരിയാകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണേന്ന്. നമുക്കും ഈ പ്രാർത്ഥനയൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ സ്നേഹിക്കാം. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗം ലക്ഷ്യമാക്കി നമുക്കും യാത്ര ചെയ്യാം. ഈ എപ്പിസോഡ് നിങ്ങളെ എല്ലാവരെയും സ്വാധീനിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.